Yeah. So good morning. So we will continue the discussion from the salient features of the Constitution, and we have discussed about predominantly a higher number of salient features, and we have stopped it at the directive principle of state policy. Now, yesterday, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് regarding fundamental rights and DPSP as salient features of the Indian Constitution, and the next one to discuss is the fundamental duties. Now, see, initially, that is as per the original Constitution. As per the original Constitution, we were not having the idea of fundamental duties. Okay, as per the original Constitution, we were not having fundamental duties provided as part of the Constitution. Now, what was the background of deciding that fundamental duties also needs to be made part of the Constitution? എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്? Now, you know the period of internal emergency which was proclaimed in 1975, isn't it? 1975 proclaim ചെയ്ത internal emergency പറ്റി you know. Fine. Now, what is all about this internal emergency? Or what was actually the reason for this internal emergency? That is the predominant question here. So, ഇതിനു മുൻപ് 2 തവണ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിരുന്നു ഇന്ത്യയിൽ. നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിരുന്നു അല്ലെ. അപ്പൊ നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു internal emergency as well as external emergency, isn't it? Internal as well as external emergency. Now, external emergency is predominantly those in relation with war or external aggression and sort of things. Internal emergency എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു കാരണത്താൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു എമർജൻസിയാണ്. അന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഷയിൽ അത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നാണ് എഴുതിയിരുന്നത്. അതായത് ഇന്ത്യക്കകത്ത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കാം എന്നാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരുന്നത്. അപ്പൊ external emergency can be proclaimed on grounds of war or external aggression. Okay, external aggression. Now, internal emergency ground ആയി കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നാണ്. വളരെ അൺക്ലിയർ ആയിട്ടുള്ള ഒരു പരാമർശമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ത് വേണമെങ്കിലും ആകാം അല്ലെ. ആഭ്യന്തര അശാന്തി എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 പേര് കൊടി പിടിച്ച് സമരം ചെയ്താൽ അതും ആഭ്യന്തര അശാന്തിയായിട്ട് മാറും. അപ്പൊ ഇത് വളരെ അൺസ്പെസിഫിക് ആയിട്ടുള്ള, വളരെ എന്താ പറയാ, വളരെ വെയ്ഗ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് നമ്മൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്റേണൽ എമർജൻസി എന്ന പ്രഖ്യാപനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കേണ്ടതായി പരാമർശിച്ചിരുന്നത്. അപ്പൊ ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കേണ്ടത്. അതായത് ഇതിനു മുൻപ്, അതായത് ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇൻഡോ ചൈന വാറിന്റെ സാഹചര്യത്തിൽ ഒരു തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു. രണ്ടാമത്തേത് ഇൻഡോ പാകിസ്ഥാൻ വാർ, നിങ്ങൾ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇൻഡോ പാകിസ്ഥാൻ വാറിന്റെ സാഹചര്യത്തിലായിരുന്നു രണ്ടാമത്തെ എമർജൻസി എന്ന് പറയുന്നത്. And first emergency as well as the second emergency, this was proclaimed on the reasonable grounds, അല്ലെ. റീസണബിൾ ഗ്രൗണ്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിരുന്നത്. Now, that is not the case in regards to the third time. മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കാരണം അവിടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നില്ല. ഇനി അതുമല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അഗ്രഷനും ഉണ്ടായിരുന്നില്ല. 1975 വരുമ്പോൾ ഒരു യുദ്ധമോ എക്സ്റ്റേണൽ അഗ്രഷനോ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ എമർജൻസി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ, ദിസ് വാസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു വിധി
അതായത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു വിധി വരുന്നു. ഇന്ദിരാഗാന്ധി അപ്പീലുമായി സുപ്രീം കോടതിയിൽ എത്തുന്നു. സുപ്രീം കോടതി പറയുന്നു ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റിൽ പോകാം, പക്ഷെ വോട്ടവകാശം ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുത്ത നേതാവ് എന്നുള്ള നിലയിൽ 6 മാസം വരെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷെ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അപ്പൊ ഇത് ഇന്ദിരാഗാന്ധിയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. അതായത് ഒരു അധികാരവുമില്ലാത്ത ഒരു അധികാരിയായി ഞാൻ മാറുന്നു എന്നുള്ള ഒരു ചിന്താഗതി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഇന്റേണൽ എമർജൻസി എന്നുള്ള ഒരു ഐഡിയയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊക്ലമേഷനിലേക്ക് എത്താം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. സോ when you speak about internal emergency, this was more or less a political personal decision എന്ന് പറയാം. അതായത് ഇവിടെ രാജ്യ താല്പര്യമോ രാജ്യ സുരക്ഷയോ ഒന്നും പ്രത്യക്ഷമായി നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ദിസ് വാസ് ആക്ച്വലി എ ഡിസിഷൻ ഓഫ് ദ പേഴ്സൺ who was the then Prime Minister Indira Gandhi, and she has asked the President to proclaim national emergency on the ground of internal disturbance. അപ്പോൾ അതിന് ആസ്പദമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പറയും. നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിന് ആസ്പദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഇന്ദിരാഗാന്ധി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ദെൻ പ്രസിഡന്റിനോട് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അല്ലെങ്കിൽ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ദിരാഗാന്ധിയോട് ചോദിക്കുന്നു, ഇതിനു മുൻപ് 2 തവണ നമ്മൾ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2 തവണയും നമ്മൾക്ക് മന്ത്രിസഭയുടെ അസെന്റ് അല്ലെങ്കിൽ മന്ത്രിസഭയുമായി സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും മന്ത്രിസഭയുമായി ആലോചിച്ചിട്ടാണോ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇന്ദിരാഗാന്ധി പറയുന്നു, ആദ്യം എമർജൻസി പുറപ്പെടുവിക്കുക, അതിനുശേഷം ഐ വിൽ ടോക്ക് ടു ദ മിനിസ്റ്റേഴ്സ്. അങ്ങനെ 1975 ജൂൺ മാസം 25-ാം തീയതി ദ നാഷണൽ എമർജൻസി വാസ് പ്രൊക്ലെയിംഡ് ഫോർ ദ 3rd ടൈം വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. സോ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ what you need to know that is there will be some restrictions on the rights of the individuals, അല്ലെ? ഇൻഡിവിജ്വൽസിന്റെ അധികാരങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും ഏർപ്പെടുത്തും. പക്ഷേ 1950 മുതൽ എൻജോയ് ചെയ്തിരുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ, ഈ അവകാശങ്ങൾ ദീർഘകാലമായി നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ ജനങ്ങൾ സാവധാനം ഈ അവകാശം തിരിച്ചു ചോദിക്കുന്നു. അപ്പോ ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്താഗതി ഇതാണ്, ഞാൻ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, അല്ലെ? കാരണം ഭരണഘടനയില് അനുച്ഛേദം 352 പരാമർശിച്ചിരിക്കുന്ന കാര്യമാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പല സംസ്ഥാനങ്ങളിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ജയപ്രകാശ് നാരായൺ പോലുള്ള നേതാക്കൾ അത്തരം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ബീഹാറിൽ. അപ്പോ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും ഈ ജനങ്ങൾ വീണ്ടും അവകാശങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും ജനങ്ങൾ ഈ അവകാശങ്ങൾ തിരിച്ചു ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ വെദർ ദേ ആർ റെസ്പെക്ടിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഇസ് വൺ ഡൗട്ട്. Isn't it? Now, finally, what Madam Gandhi has decided that I am going to make the citizens of India remember about certain reminders or certain duties. ഞാൻ ഇന്ത്യൻ പൗരന്മാരെ ചില ഡ്യൂട്ടി അല്ലെങ്കിൽ ചില റിമൈൻഡേഴ്സ് ഓർമ്മിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ചില റിമൈൻഡേഴ്സ് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകാൻ പോകുന്നു. അതായത് സിറ്റിസൺസ് എന്നുള്ള നിലയിൽ അവർ മൗലിക അവകാശങ്ങൾ മാത്രം എൻജോയ് ചെയ്താൽ പോരാ, ദേ വിൽ ഹാവ് ടു പെർഫോം സം ഡ്യൂട്ടീസ് ടു ദ സ്റ്റേറ്റ് ഓൾസോ. സോ ദാറ്റ് വിൽ ബി സംതിങ് വിച്ച് ഐ നീഡ് ടു മേക്ക് ദം റിമെമ്പർ. സോ അങ്ങനെ
സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ by the 42nd Constitutional Amendment Act of 1976, okay, by the 42nd Constitutional Amendment Act of 1976, Madam Gandhi has amended the constitution, or the parliament under the leadership of Madam Gandhi has amended the constitution, and she has introduced 10 fundamental duties under, okay, 10 fundamental duties under Article 51A of the Indian Constitution in a new part, that is part 4A of the Constitution. അപ്പോൾ പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർക്കുന്നു. Now, this is actually the reason why the idea of fundamental duties have got incorporated to the Constitution of India. Later, as part of the 86th Constitutional Amendment Act of 2002, 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇപ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. Now, see, the preamble of the Indian Constitution has got some objectives of the Constitution. അല്ലെ, നമ്മളുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ഭാഗത്ത് ചില ഒബ്ജക്റ്റീവ്സ് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില ഒബ്ജക്റ്റീവ്സ് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുക, നമ്പർ 1 ത്രൂ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്പർ 2 ത്രൂ DPSPs, നമ്പർ 3 ഇറ്റ് ഇസ് ത്രൂ ദ ഫണ്ടമെന്റൽ duties to make the citizens responsible. Okay, സിറ്റിസൻസിനെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നു. Okay, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നു. ആൻഡ് വൺ തിങ് യു നീഡ് ടു റിമെമ്പർ ഇസ് ദാറ്റ് ക്യാൻ വി മേക്ക് ഇറ്റ് ജസ്റ്റിഷ്യബിൾ. ദാറ്റ് മീൻസ് ഇഫ് എ സിറ്റിസൺ ഇസ് നോട്ട് അബൈഡിങ് ബൈ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഒരു പൗരൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, മൗലിക കർത്തവ്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല, അതിന് പ്രാധാന്യം നൽകുന്നില്ല എങ്കിൽ, ഈസ് ദർ എനി ഓൾട്ടർനേറ്റീവ് mechanism for the state to make it enforceable എന്നുള്ളതാണ് question. No, that is fundamental duties are non-justiciable as per the Constitution of India. See, I did not say, ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പരാമർശിച്ചിട്ടേ ഇല്ല. വാട്ട് ഐ സെഡ് ഇസ് ദാറ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് വാസ് നോൺ ജസ്റ്റിഷ്യബിൾ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇത് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അനുസരിച്ചില്ലെങ്കിൽ അത് പണിഷബിൾ ഒഫൻസ് ആക്കി മാറ്റാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ചില നിയമങ്ങൾ കേട്ടിട്ടുണ്ടാകും, നാഷണൽ ഓണേഴ്സ് ആക്ട് എന്നൊക്കെ പറഞ്ഞ ചില നിയമങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് ദേശീയ ഗാനം, ദേശീയ പതാക തുടങ്ങിയ ദേശീയ ചിഹ്നങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഭരണഘടനാ സ്ഥാപനങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ അത് പണിഷബിൾ ആക്കിക്കൊണ്ട് പാർലമെന്റ് നിയമം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല എന്നല്ല അർത്ഥം. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് വാസ് നോട്ട് റെസ്പോൺസിബിൾ, ബട്ട് the competent legislature has done the required actions to make it enforceable. And this is what do you mean by the idea, or this is the idea of fundamental duties. Okay, so I hope the story itself is clear for you. 1975, June 25, internal emergency. On what grounds? Internal disturbance. Now, Madam Gandhi has decided that we will make the citizens of India remember about their duties
and those duties have got incorporated by the 42nd Constitutional Amendment Act of 1976 to the Constitution of India as part of Article number 51A in Part 4A on the recommendation of Swaran Singh Committee. Later, by the 86th Constitutional Amendment Act of 2002, we have incorporated one more fundamental duty. So in total, you have 11 fundamental duties. Now, whether it is justiciable? No, it is non-justiciable as per the Constitution of India. Okay, so this is what is the idea of fundamental duties. Now, moving ahead. Secular state. Secular state. Sir, is it really secular state? India is a really secular state? India യഥാർത്ഥത്തിൽ ഒരു സെക്യുലാർ സ്റ്റേറ്റ് ആണോ? അല്ലെങ്കിൽ what do you mean by secularism? എന്താണ് secularism എന്ന് പറഞ്ഞാൽ? Secularism means, or secular means, there is no official religion. Okay, there is no official religion. This is what is the idea of secularism. അതായത് ഒരു രാജ്യത്തിന് ഒരു സ്റ്റേറ്റിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല, which means we are not Islamic Republic of Pakistan, we are not say Parsi Republic, or we are not Buddhist Republic, we are not Christian Republic. We are just Republic of India. It's not regarding the religion. And that is what do you mean by secular. Okay, secular എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക മതമില്ലാത്ത ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെയാണ് നമ്മൾ സെക്യുലാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഈ സെക്യുലാർ എന്ന് പറയുന്ന ആശയം ഇൻഫാക്ട് ഒരു വെസ്റ്റേൺ ഐഡിയ ആണ്. Now the problem is that the Western secularism is impractical in India. ഇന്ത്യയിൽ വെസ്റ്റേൺ സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ ഇംപ്രാക്ടിക്കൽ ആണ്. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് we have a number of religion which varies in terms of the strength, the diversity, etc. We have a number of religion, isn't it? ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മതത്തിൽ ഒരുപാട് മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, ഒരുപാട് ഡൈവേഴ്സിറ്റി നമ്മുടെ രാജ്യത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വെസ്റ്റേൺ ഐഡിയ അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. Now, we did not adopt this Western secularism. Now, what do you mean by Western secularism? Say, for example, in United States of America, USA. നമ്മൾ USA എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. എന്താണ് സെക്യുലാരിസം ഇൻ USA? See, in USA, secularism means there is a clear separation between the state and the religion. Okay, state and religion. Clear separation between the state and the religion. അതായത് സ്റ്റേറ്റും മതവും തമ്മിൽ ഒരു ക്ലിയർ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതും സെക്യുലാറിസം ആണ്, അല്ലെ? കാരണം ഈ സ്റ്റേറ്റിന് ഔദ്യോഗികമായ മതം ഉണ്ടോ? ഇല്ല, അതും സെക്യുലാറിസം ആണ്. പക്ഷെ ഈ സെക്യുലാറിസം അല്ല ഇന്ത്യൻ സെക്യുലാറിസം. It is not this secularism that we are practicing. This is Western secularism. And this is a negative concept of secularism. Negative concept ആണ്. അതായത് ഒരു റിലീജിയനും ഒരു തരത്തിലുമുള്ള സപ്പോർട്ടും സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്താലും, നിങ്ങൾ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്താലും, നിങ്ങൾ മത ആചാരത്തിന്റെ ഭാഗമായി എന്ത് പ്രാക്ടീസ് ചെയ്താലും, ഇറ്റ് ഇസ് നോട്ട് കൺസേണിങ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് അതൊരു പ്രശ്നമേ അല്ല. ദിസ് ഇസ് വാട്ട് ഇസ് നെഗറ്റീവ് സെക്യുലാരിസം ആൻഡ് ദിസ് ഇസ് ഇംപ്രാക്ടിക്കൽ ഇൻ ഇന്ത്യ, അല്ലെ? അപ്പൊ നമ്മൾ ഇതേ സെക്യുലാരിസം അല്ല അഡോപ്റ്റ് ചെയ്യുന്നത്. വി ഹാവ് എ ഡിഫറെന്റ് സെക്യുലാരിസം. We have a different secularism. And what is our secularism? We have an Indian brand of secularism. നമ്മൾക്കൊരു ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ട്. എന്താണ് ഈ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം? You just understand that this is the state. Okay,
Here you have the state. Fine. And you have religion, A religion, B religion, C religion, D religion, E religion, F. And there may be certain individuals who does not wanted any type of religion. There may be certain individuals who are willing to believe in all these kind of religion. There may be certain individuals who wanted to create a new religion and practice. The state does not have any problem. സ്റ്റേറ്റിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ റിലീജിയൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങൾ മതത്തിൽ വിശ്വസിച്ചോളൂ, മതത്തിൽ വിശ്വസിക്കാതിരുന്നോളൂ, നിങ്ങൾ ബുദ്ധിസത്തിൽ വിശ്വസിച്ചോളൂ, ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചോളൂ, ഹിന്ദുയിസത്തിൽ വിശ്വസിച്ചോളൂ, ഇസ്ലാമിസത്തിൽ വിശ്വസിച്ചോളൂ, നിങ്ങൾ എന്തിൽ വേണമെങ്കിലും വിശ്വസിച്ചോളൂ. ബട്ട് there is one condition. There is one condition that your belief should not be the violation of others' belief. നിങ്ങളുടെ വിശ്വാസം മറ്റുള്ള മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലോ മറ്റുള്ള മതവിശ്വാസികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലോ ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ ആർക്കിടപെടാം? സ്റ്റേറ്റിന് ഇടപെടാം. This is the beauty of Indian secularism, my dear friends. This is the beauty of Indian secularism, and this is known as watchful ambivalence. Watchful ambivalence. That is, the state always observes you. നിങ്ങളുടെ മതത്തെ സ്റ്റേറ്റ് എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും സ്റ്റേറ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെദർ യു ആർ പ്രാക്ടീസിങ് unconstitutionalism in your religion, if you are practicing unconstitutionalism, if you are practicing something illegal in your religion, we will interfere. This is what is Indian secularism. But we do not have an official religion. അല്ലെ, നമ്മൾക്കൊരു ഒഫീഷ്യൽ റിലീജിയൻ ഉണ്ടോ? ഇല്ല. നമ്മളൊരു ഹിന്ദു റിപ്പബ്ലിക് എന്നാണോ അറിയപ്പെടുന്നത്? ഇസ്ലാം റിപ്പബ്ലിക് എന്നോ, പാഴ്സി റിപ്പബ്ലിക് എന്നോ, ബുദ്ധിസ്റ്റ് റിപ്പബ്ലിക് എന്നോ, ജൈൻ റിപ്പബ്ലിക് എന്നോ അറിയപ്പെടുന്നുണ്ടോ? ഇല്ല. വി ആർ ജസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഞങ്ങൾക്ക് ഔദ്യോഗിക മതമില്ല. പക്ഷെ നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഞങ്ങൾ ഇടപെടാനും വരുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസത്തെ ദുരുപയോഗം ചെയ്താൽ, അത് മറ്റുള്ളവരുടെ മൗലികാവകാശത്തെ ഹനിക്കുന്നതോ ഭരണഘടനയെ ലംഘിക്കുന്നതോ ആണെങ്കിൽ we will interfere, and this is known as watchful ambivalence. And this kind of relationship between the state and the religion is known as positive secularism. So what India practice? India എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇന്ത്യ പോസിറ്റീവ് സെക്യുലറിസം ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. So you will have a doubt, സർ മതത്തിന്റെ എന്ത് കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടുന്നു എന്നാണ് സർ പറയുന്നത് ഇന്ത്യയിൽ? നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രം മനസ്സിലോർക്കുക. നിങ്ങൾ ഒരുപക്ഷെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകളൊക്കെ കണ്ടു കാണും അല്ലെ? അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾ നിങ്ങൾ കണ്ടു കാണും. അതൊരു ചർച്ചിന്റെ പെരുന്നാളാണെങ്കിലും മറ്റ് മതപരമായ ചടങ്ങുകളാണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഇവിടെയൊക്കെ നിങ്ങൾ സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം ചിലപ്പോൾ. അതായത് ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്കൊക്കെ പ്രൊട്ടക്ഷനുമായി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പോലീസ് സംവിധാനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് വാട്ട് ഇസ് ദാറ്റ്? ദ സ്റ്റേറ്റ് ഇസ് പ്രൊമോട്ടിംഗ് യുവർ റിലീജിയൻ, ഓർ ദ സ്റ്റേറ്റ് ഇസ് ഈക്വലി പ്രൊമോട്ടിംഗ് യുവർ റിലീജിയൻ ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ ദി അതർ റിലീജിയൻ. അപ്പൊ സ്റ്റേറ്റിന് ഒരു പക്ഷപാതവും ഇല്ല. ഒരു ചർച്ച് ഒരു പ്രൊസഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ നൽകും. ഇനി ഒരു ടെമ്പിൾ ഒരു പ്രൊസഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ നൽകും. ഇനി വലിയ ടെമ്പിളുകളിൽ വലിയ ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ നൽകും. അതായത് സ്റ്റേറ്റ് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ്. ഇന്ത്യയിൽ വളരെ ചുരുക്കം അംഗങ്ങൾ മാത്രമുള്ള ജൂത മതവിഭാഗം, ഇൻഫാക്ട് ജൂത മതവിഭാഗം നമുക്കറിയാം, മട്ടാഞ്ചേരിയിൽ ജൂയിഷ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഓൾമോസ്റ്റ് 104 മെമ്പേഴ്സ് മാത്രമാണുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇൻഫാക്ട് ദിസ് ഇസ് നോട്ട് ആൻ ഒഫീഷ്യൽ റെക്കോർഡ്. ബട്ട് സ്റ്റിൽ അവരുടെ പ്രാർത്ഥനാലയമായ സിനഗോഗ് എന്ന് പറയുന്നത് ഒരു ദിവസം അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് മാത്രം എൻട്രി നൽകിയിട്ടുള്ള ഒരു പ്രാർത്ഥനാലയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയാണ് എന്നാണ്. തിങ്കളാഴ്ച അവർക്ക് മാത്രമാണ് ആ സിനഗോഗിൽ എൻട്രി അനുവദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ദിവസം ഒന്നും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണ്. കാരണം ഞാൻ ഏതോ ഒരു ദിവസം അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എൻട്രി നൽകിയിരുന്നില്ല. അപ്പൊ അന്നത്തെ ദിവസം അവരുടെ വിശ്വാസപ്രകാരം അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി നൽകിയിരിക്കുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്നാലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, അതിനേക്കാളും എത്രയോ അധികം വരുമാനം സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്നും ഈടാക്കാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ സ്റ്റേറ്റ് ആ വരുമാനം വേണ്ടെന്ന് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ promoting or for protecting their religious freedom. So this is what is the idea of secular state. Fine. Now, do we have a communal representation now? Communal representation എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾക്ക് ഇപ്പോഴുണ്ടോ ഇല്ലയോ? This is the next question. Do we have the system of communal representation? You would have heard about communal award, അല്ലെ? Communal award എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1909 Indian Councils Act, we have discussed about the communal award, isn't it? ഈ communal award അല്ലെങ്കിൽ communal electorate എന്ന് പറയുന്നത് ഇപ്പോ do we have? No sir. ഇപ്പോ നമ്മൾക്ക് അതുണ്ടെങ്കിൽ we will say that we are not secular. ഇപ്പോ അത് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ we would say that we are not secular. Because communal award is something that is considering one particular religion or a community in predominant consideration with another community. അല്ലേ? What do you mean by communal award? നമ്മൾ already Councils Act പറഞ്ഞതാണ്. Communal award എന്ന് പറഞ്ഞാൽ എന്താണ്? What does it exactly mean? Say for example, this is one particular assembly. ഇതൊരു അസംബ്ലി ആണെന്ന് വിചാരിക്കുക. ഈ അസംബ്ലി സപ്പോസ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വോട്ടേഴ്സ് will be from this community as well as the candidates, they will also be from this community. അതായത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഹിന്ദു വോട്ടേഴ്സിനോ ക്രിസ്ത്യൻ വോട്ടേഴ്സിനോ പാഴ്സി വോട്ടേഴ്സിനോ ബുദ്ധിസ്റ്റ് വോട്ടേഴ്സിനോ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. ആർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ? മുസ്ലിം വിഭാഗക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ. ബിക്കോസ് ദിസ് സീറ്റ് ഇസ് റിസർവ്ഡ് ഫോർ ദ മുസ്ലിം കമ്മ്യൂണിറ്റി. ആൻഡ് ദ കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ മുസ്ലിം. ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ കമ്മ്യൂണൽ ഇലക്ടോറേറ്റ്. ഓക്കെ. Now sir, we do have the practice of reservation. നമ്മൾക്ക് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ആൻഡ് വിച്ച് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം കമ്മ്യൂണൽ ഇലക്ടോറേറ്റ്. റിസർവേഷനും കമ്മ്യൂണൽ ഇലക്ടോറേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിസർവേഷനിൽ the voters are, they contribute to the general കാറ്റഗറി. അതായത് വോട്ടേഴ്സ് എന്ന് പറയുന്നത് ജനറൽ ആണ്, എല്ലാവർക്കും വോട്ട് ചെയ്യാം. 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള മറ്റ് അയോഗ്യതകളില്ലാത്ത എല്ലാവർക്കും വോട്ട് അവകാശമുണ്ട്, എല്ലാവർക്കും വോട്ട് ചെയ്യാം. പക്ഷെ കാൻഡിഡേറ്റ്സ് എന്ത് മാത്രമായിരിക്കും? കാൻഡിഡേറ്റ്സ് റിസർവ് ചെയ്തിരിക്കുന്ന പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ SC candidate, but voters are general voters. എല്ലാവർക്കും വോട്ട് ചെയ്യാം. SC കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. And this is what do you mean by the reservation system for today. So ഇത് സെക്യുലാരിസത്തിന് വിരുദ്ധമല്ല. If the question for you is like this, is the reservation system contradictory to the idea of secularism? No sir, because the electorate are general. വോട്ടവകാശമുള്ളത് എല്ലാവർക്കുമാണ്. അപ്പോൾ ഇലക്ടോറേറ്റ് ജനറൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും സെക്യുലാരിസത്തിന് വിരുദ്ധമല്ല. പക്ഷേ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ സെക്യുലാരിസത്തെ വയലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മ്യൂണൽ അവാർഡ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയില്ല. This is what is the idea of secular state. Okay, fine. So that is this another salient feature of the Constitution of India. So now another salient feature, the next salient feature is universal adult franchise. Universal adult franchise. What do you mean by universal adult franchise? നമ്മൾ പലപ്പോഴും പ്രായപൂർത്തി വോട്ടവകാശം
എന്ന് പറയാറുള്ള കാര്യമാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. പക്ഷെ പ്രായപൂർത്തിയായി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്. ഇറ്റ് ഹാസ് ഗോട്ട് സംതിങ് മോർ. സോ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് മീൻസ്, അണ്ടർസ്റ്റാൻഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ഫ്രെയിംഡ്. എങ്ങനെ ചോദ്യം ചോദിക്കാം എന്ന് ഞാൻ പറയാം. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എങ്ങനെ ഡിഫൈൻ ചെയ്യും നിങ്ങൾ? Every citizen of India, every citizen of India, very good, above 18 years of age, okay, every citizen of India above 18 years of age, no, not disqualified by the Parliament of India or the Constitution of India shall be entitled to vote. This is what is the definition of universal adult franchise. ഇപ്പൊ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവർക്കുള്ള വോട്ടവകാശം എന്ന് മാത്രമല്ല. അഫ്കോഴ്സ് പ്രായപൂർത്തിയായവർക്കാണ് വോട്ടവകാശം, പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വൺ, he needs to be a citizen of India, above 18 years of age, and the most important one is not being disqualified by the Parliament or the Constitution. They are only be entitled to vote. This is what do you mean by universal adult franchise. 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരായ പാർലമെന്റോ ഭരണഘടനയോ അയോഗ്യത കൽപ്പിക്കാത്ത വ്യക്തികൾക്കുള്ള വോട്ടവകാശത്തെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ലഭിക്കുക? യുവർ ക്വസ്റ്റ്യൻ ക്യാൻ ബി ലൈക്ക് ദിസ്. സേ ഫോർ എക്സാമ്പിൾ, which among the following is the most appropriate definition of universal adult franchise as per the Constitution of India? Number one, option number one, every citizen of India shall be entitled to vote. Option number two, every citizen above 18 years of age shall be entitled to vote. Option 3, every citizen of India above 18 years of age, not disqualified by the Parliament or the state legislature, shall be entitled to vote. Option 4, none of the above. This can be a wonderful question for you, and the answer is option 3, that is every citizen above 18 years of age, not disqualified by the Parliament or the Constitution. Okay, this is not state legislature or the Constitution, shall be entitled to vote. Okay, and this is the definition of universal adult franchise. In universal adult franchise inde അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എവിടെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ ബേസിസിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എവിടേക്കാണ്? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആസ് വെൽ as vice presidential election. Do we follow the universal adult franchise here? Presidential election, vice presidential election. Do we follow the universal adult franchise here?
രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്നുണ്ടോ? അതായത് 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരെല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, വി ഡു നോട്ട് വോട്ട് ഫോർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓർ ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, isn't it? But what about Lok Sabha and state legislative assembly? Of course, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്, അല്ലെ? സർ, വാട്ട് അബൌട്ട് രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ? രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യാറുണ്ടോ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ല, ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളൂ. ആ കൗൺസിലുകളിൽ നമ്മൾ വോട്ടവകാശം വിനിയോഗിക്കുന്നുണ്ടോ? ദ ആൻസർ ഇസ് നോ. ദ ആൻസർ ഇസ് എക്സാക്ട്ലി നോ, അല്ലെ? നോ. So we, as per the original constitution, follow the principle of universal adult franchise to Lok Sabha and the state legislative assembly, and by the 73rd Constitutional Amendment Act as well as the 74th Constitutional Amendment Act, we have decided that we will extend this to local self bodies. Panchayatugal, municipalities, yes, exactly. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റീസ് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ആസ് പാർട്ട് ഓഫ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് മാത്രം എഴുതിയിട്ടുള്ളത്. ഇൻ അഡീഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 73rd Constitutional Amendment Act of 1992, 74th Constitutional Amendment Act, the Parliament has decided that we will extend universal adult franchise to the local self bodies also. Okay, so that was a way to make the democracy at the grassroots level. ജനാധിപത്യത്തെ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു 73ാമത് 74ാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളിലും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം അനുവദിച്ചു. But there is one thing which you needs to be very clear, that is originally Indian Constitution പ്രകാരം ഒറിജിനലി വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഓക്കെ, ഒറിജിനലി വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഈ 21 വയസ്സ് പിന്നീട് 18 വയസ്സാക്കി ചുരുക്കുകയാണ് ചെയ്തത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. And this was done by the 61st Constitutional Amendment Act of 1988. 1988-ലെ 61ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻഫാക്ട് വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി ചുരുക്കുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇന്റൻസ് ടു ഡു? എന്താണ് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ ഉദ്ദേശം? അതായത് 18 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു വോട്ട് നൽകുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്പർ 1, ഇറ്റ് മേക്സ് ദ ഡെമോക്രസി ബ്രോഡ് ബേസ്ഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനാധിപത്യം വിശാലവൽക്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം വോട്ടവകാശം നൽകുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ മതിലുകൾ വളരെ ഇടുങ്ങിയതാകുകയാണ്, അല്ലെ? പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ജനാധിപത്യം എന്ന് പറയുന്ന പ്രൊസീജിയർ ഒന്നുകൂടി വിശാലവൽക്കരിക്കാനായി സഹായിക്കുന്ന ഒന്നാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അതായത് ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ ഒന്നും വ്യത്യാസമില്ലാതെ if you are above 18 years of age, citizen of India, not disqualified, you have got the right to cast one vote. And this is a way to actually imbibe a self-respect. അല്ലെ? ഈ ഗവേണൻസിൽ ഞങ്ങളും ഒരു ഭാഗമാണ്. ഞങ്ങളുടെ ഒരു വോട്ടിനും ഒരു വിലയുണ്ട്.
ഞങ്ങളുടെ ഒരു വോട്ടിനും ഒരു വിലയുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. You are also having a say in the governance, or you are also having the say in determining the governance of the country. So that is also one of the intention of universal adult franchise. Now, the equality part is also very important. Say, for example, there is President of India and you are an ordinary individual. ഇത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്, നിങ്ങളൊരു ഓർഡിനറി ഇൻഡിവിജ്വൽ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, നിങ്ങളൊരു ഓർഡിനറി ഇൻഡിവിജ്വൽ ആണ്. രണ്ടുപേർക്കും വോട്ട് ഒരു ബൂത്തിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുക. പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് പോയി 1000 വോട്ട് ചെയ്തിട്ട് വരാൻ പറ്റുമോ? ഇല്ല, ഒരു വോട്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുക. അതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു വോട്ട് മാത്രമാണ്. So there is an element of equality also. Equality, സമത്വം എന്ന് പറയുന്ന ആശയത്തിനും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതായത് സാധാരണഗതിയിൽ ഈ ജനാധിപത്യത്തിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? എല്ലാ കാര്യങ്ങളും അങ്ങനെ തീരുമാനിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഈ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വിഭാഗക്കാരൻ ന്യൂനപക്ഷങ്ങളാണ്. ഈ വോട്ടവകാശം അവർക്ക് നൽകുന്നതിലൂടെ ന്യൂനപക്ഷത്തിനും ഗവേണൻസിൽ ഒരു സേ ഉണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലാകും? ഈ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളിലേക്ക് മത്സരിക്കുന്നവർക്ക് മനസ്സിലാകും. അതായത് ഞങ്ങൾക്ക് പൂർണ്ണമായും ആരെ ഒഴിവാക്കാൻ സാധിക്കില്ല, ന്യൂനപക്ഷത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അവർക്കും ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരിൽ ന്യൂനപക്ഷത്തിനും ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി ഈ സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ അവർ റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മനസ്സിലാകുകയും അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യും. അപ്പൊ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ, ജനാധിപത്യം വിശാലവൽക്കരിക്കപ്പെടുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെയാണ്. സെൽഫ് റെസ്പെക്റ്റ് ആണ് രണ്ടാമത്തേത്. സെൽഫ് റെസ്പെക്ട്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു ബഹുമാനം വർദ്ധിക്കുന്നു എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം. നിങ്ങൾ ഒരു വോട്ട് ചെയ്യുന്നു, ഈ വോട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ അഭിപ്രായം കൗണ്ട് ചെയ്യപ്പെടുന്നു. സമത്വമാണ് മൂന്നാമത്തേത്. ഇക്വാലിറ്റി ആണ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഇന്ത്യയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു റോയൽ ഫാമിലിയുടെ ഭാഗമായിരുന്ന ആളായിരിക്കാം, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു വോട്ടവകാശം മാത്രമാണുള്ളത്. ഒരു വോട്ട് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള സ്പെഷ്യൽ പ്രിവിലേജസ് അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ രാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പ്രത്യേകം പ്രിവിലേജസ് ഒന്നുമില്ല എന്നുള്ളതാണ് ഇക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് വെൽ ആസ് ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ സവിശേഷതയാണ്. Now see, the single citizenship is the next salient feature of the constitution. Single citizenship. Now see, when you look at the states of US, United States of America, okay, you know that US has 50 states, 50 സ്റ്റേറ്റുകളുണ്ട്. ആൻഡ് US-ൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ആണുള്ളത്. അതായത് നിങ്ങൾ 2 പൗരന്മാരാണ്. നിങ്ങൾ ഒരാളാണെങ്കിലും നിങ്ങൾ 2 പൗരന്മാരാണ്. ഒന്ന്, നിങ്ങൾ USA-യുടെ പൗരനാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഏത് സ്റ്റേറ്റിനെ ആണോ റെപ്രസെന്റ് ചെയ്യുന്നത് അവരും നിങ്ങൾക്കൊരു സിറ്റിസൺഷിപ്പ് കാർഡ് നൽകും. So you are at the same time enjoying the privileges of this particular state as well as this particular federation. പക്ഷെ ഇന്ത്യയിൽ we do not have such a kind of system. What we have is a single citizenship. ഏക പൗരത്വമാണ് ഇന്ത്യയിലുള്ളത്. നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളാണ്, അല്ലെങ്കിൽ കേരളീയനാണ്, മലയാളിയാണ്, തമിഴനാണ്, ഹിന്ദിക്കാരനാണ് എന്നല്ല പറയേണ്ടത്. വി ആർ ഇന്ത്യൻസ്.
We are Indians, and that is what you can see from the pledge, isn't it? Or that is what you can see from even the preamble. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ആശയമാണ് ഇവിടെ എല്ലായിടത്തും ഉയർത്തിപ്പിടിക്കേണ്ടത്. അതായത് നമ്മൾ സാഹോദര്യം എന്ന് പറയുന്ന ആശയം വളർത്തുന്നതിന് വേണ്ടിയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഓരോ സംസ്ഥാനങ്ങളുടെയും സിറ്റിസൺ ആണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യപൂർണമായ രാജ്യത്തിന് ഒരു യൂണിറ്റി അവകാശപ്പെടാൻ ഇല്ലാതെ പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിച്ചു? വി ആർ ഓൺലി ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ടു അപ്ഹോൾഡ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രട്ടേണിറ്റി. സാഹോദര്യത്തിന്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് സിറ്റിസൺഷിപ്പ്, സിംഗിൾ സിറ്റിസൺഷിപ്പിന്റെ ഉദ്ദേശം. അപ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ പോലും ഈവൻ വെൻ യു ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, നിങ്ങൾ സിറ്റിസൺസ് ആണെങ്കിൽ യു ഹാവ് ഗോട്ട് സർട്ടൻ പ്രിവിലേജസ്. സേ ഫോർ എക്സാമ്പിൾ വോട്ട് അവകാശത്തിനുള്ള അല്ലെങ്കിൽ വോട്ട് അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് രാഷ്ട്രപതിയാകണം, സുപ്രീം കോടതി ജഡ്ജി ആകണം എങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനായിരിക്കുക മാത്രമേ സാധിക്കൂ. ഇന്ത്യൻ പൗരനായിരിക്കാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന ഭരണഘടനാ പദവികളിലേക്ക് ഒരു ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കില്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നിങ്ങൾക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഫോറിനേഴ്സിന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, so this is what you need to understand regarding the single citizenship. We will talk about the citizenship in detail. Single citizenship നെ പറ്റി ഇപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. Okay, so we are not entertaining double citizenship. What we have is a single citizenship, and there are certain privileges for the citizens of India. The claim to the constitutional bodies, the right to vote, all these kind of privileges, the application of fundamental duties is kind of obligation only for the citizens of India. Now, independent bodies. Independent bodies എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസ് പാർട്ട് ഓഫ് ഗവൺമെന്റിന്റെ ഭാഗമായി നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നീ പറയുന്ന 3 പ്രധാനപ്പെട്ട ബോഡീസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ട് എന്ന് പറയാം. ഈ 3 പ്രധാനപ്പെട്ട ഓർഗൻസിന് പുറമെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില ഇൻഡിപെൻഡന്റ് ബോഡീസ് ഉണ്ട്. അതായത് ഇവരുടെ ടാസ്ക് വളരെ സ്പെസിഫിക് ആണ്. എന്നുള്ളത് കൊണ്ടും ജനാധിപത്യം സംരക്ഷിക്കണം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കണം എന്നുള്ളത് കൊണ്ടും നമ്മൾക്ക് ഒരു തരത്തിലും ഇവർക്ക് അല്ലെങ്കിൽ ഇവരിൽ ഒരു എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് our constitution has provided for certain constitutional bodies. Say for example, the Election Commission of India. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാപനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എങ്ങോട്ടൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോ ഓപ്ഷൻ നമ്പർ 1 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ഓപ്ഷൻ നമ്പർ 2 വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ഓപ്ഷൻ നമ്പർ 3 ലോക്സഭ and Rajya Sabha elections, option number 4 state legislative assembly election, option number 5 state legislative council election. So which among the following elections are conducted by the Election Commission of India? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഈ പറയുന്ന ഏതെല്ലാം പദവികളിലേക്കാണ് എന്ന് ചോദിച്ചാൽ how will you answer? ഏതെല്ലാം പദവികളിലേക്കാണ്? നിങ്ങൾ നമ്പർ മാത്രം ഒന്ന് കമന്റ് ചെയ്താൽ മതി.
except 5. So the answer is 1, 2, 3, 4. അല്ലേ? 1, 2, 3, 4 എന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നു. Except 4. That is, the answer is 1, 2, 3, and 5. Except 5 and 4. So the answer is 1, 2, and 3. അല്ലേ? So that is your opinion, അല്ലേ? Okay. Now this is one of the misconception that we have. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം നമ്മൾക്ക് ഇത്തരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. Now please do understand that the Election Commission of India conducts election to the office of the President of India, the Vice President of India, the Lok Sabha, Rajya Sabha, State Legislative Assembly, and State Legislative Council. So all of the above is the answer. താഴെ പറയുന്ന എല്ലാ ഓഫീസുകളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇത് ഓൾമോസ്റ്റ് 99% ആസ്പിറൻസിനും കൺഫ്യൂഷൻ ഉള്ള അല്ലെങ്കിൽ അറിയില്ലാത്തൊരു കാര്യമായിരിക്കാം. നമ്മൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് എന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്, which is wrong. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ്, ലോക്കൽ സെൽഫ് ബോഡീസിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ആര് നടത്തുക? ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത് it is the Election Commission of India. Okay, so this is very, very important. Do not get confused. If there is such a question, there can be a possibility, or I see a possibility of such kind of questions be part of any exams. Does not matter. അപ്പോൾ അവിടെ കൃത്യമായി മനസ്സിലാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക. നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെയും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെയുമാണ്. വിച്ച് മീൻസ്, വാട്ട് ഡസ് ദിസ് മീൻ? അതിന്റെ അർത്ഥം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് റെഗുലറായി തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത് it is the Election Commission of India. Now you have the Comptroller and Auditor General, അല്ലേ? Comptroller and Auditor General ഉണ്ട്. ഈ Comptroller and Auditor General, instead what you need to understand is that he is actually auditing the accounts of the central government as well as the state government. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ഒരു ഓഫീസാണ്. സംസ്ഥാനങ്ങൾക്ക് സെപ്പറേറ്റ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇല്ല. There is no separate Comptroller and Auditor General. No separate Comptroller and Auditor General for the state. സ്റ്റേറ്റിന് സെപ്പറേറ്റ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Okay, it is the single Comptroller and Auditor General performing the auditing function of the central government as well as the state government. Okay, we'll talk about that in detail later. Fine. The Union Public Service Commission, the State Public Service Commission, അറിയാം, recruiting bodies മാത്രമാണ് അല്ലേ? UPSC, Union Public Service Commission, All India Services, Central Services recruitment നടത്തുന്നു. Kerala PSC, State Services ലേക്കുള്ള recruitment നടത്തുന്നു. These are also independent bodies or said to be independent bodies.
അപ്പൊ ഒരു തരത്തിലുമുള്ള ഇന്റർഫിയറൻസ് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ബട്ട് ഇറ്റ് നീഡ്സ് ടു ബി മെയ്ഡ് ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവരൊരു റിക്രൂട്ടിംഗ് ബോഡി മാത്രമാണ്. ഓക്കെ, ദേ ആർ ജസ്റ്റ് എ റിക്രൂട്ട്മെന്റ് ബോഡി മാത്രമാണ് ഈ പറയുന്ന UPSC സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ. അപ്പൊ ഇവർക്ക് ഒരു സ്പെസിഫിക് ഡ്യൂട്ടി ഉണ്ട്. ദേ ഹാവ് എ സ്പെസിഫിക് ഡ്യൂട്ടി ടു പെർഫോം. ഓക്കെ, so that is what you need to understand regarding some of the salient features. By the next session, I think we would be able to complete the remaining salient features, and we would start discussion about the preamble of the Indian Constitution by the next session. Okay, so if there is any doubt, you may please ask now regarding the topics that we have discussed today. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. Otherwise, we will end today's session. If it is clear for you, please let me know that also. If it is clear. Okay then. Yeah. So thank you. Thank you. Have a nice day. Thank you very much.